Hi dears, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാവരും പല നാട്ടിലും പല ഇതായിരിക്കും ഇതിന് പേര്. അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് നമ്മൾ ഫിഷ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു അയില മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ മൊരിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇനിയിപ്പോൾ സവാളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ബാക്കി വെളിച്ചെണ്ണ ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിലേക്ക് ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞെടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടെ ഞാൻ വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് സവാള നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വാട്ടിയെടുക്കാം കേട്ടോ. സവാള ഒന്നങ്ങ് വാടി വരുമ്പോൾ ഞാനതിലേക്ക് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പേസ്റ്റായിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഓരോരോ 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ സവാള ഞാനൊരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസാണെങ്കിൽ 2 എടുക്കാം കേട്ടോ. ഒരു വലിയ അയില ആയതുകൊണ്ടാണ് ഇത്രയും അളവ്. അപ്പം മീനിൻ്റെ ഇത് കൂട്ടിയെടുക്കുകയാണെങ്കിൽ സവാളയുടെ എണ്ണയൊക്കെ കൂട്ടിയെടുക്കാനായിട്ട് നോക്കട്ടെ. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ആ റോസ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് രണ്ടും ഒരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുള്ളൂ. കാരണം നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്തത് മസാല പരട്ടി എടുത്തിട്ടാണ്. അപ്പോൾ അതിന് മാത്രം എരിവ് വേണ്ട. പിന്നെ ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറിന് പകരം നിങ്ങൾക്ക് സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് അങ്ങോട്ട് വാടി വന്ന ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനില്ലേ, അത് ഇതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഞാനൊന്ന് എടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1/2 എന്നുള്ളത് 1 ടീസ്പൂൺ ആക്കി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതാ ഒരു 2 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഇതുണ്ടാക്കാനുള്ള മാവ് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ആദ്യം നമ്മൾ കൈ വെച്ചിട്ട് ഈ നെയ്യും ഉപ്പും ഒക്കെ ഒന്നങ്ങ് മിക്സ് ആകുന്ന രീതിക്ക് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ ചൂടുള്ള വെള്ളം, അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളം വേണ്ട, നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അതിപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കുഴച്ച് നോക്കിയിട്ട് നമ്മൾ സാധാരണയായിട്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു കറക്റ്റിൽ വേണം ഈ ഒരു മാവ് നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അധികം വെള്ളം ചേർത്തിട്ട് കുഴക്കരുത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ട് ഇതാ ഇതുപോലെ കൈ കൊണ്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ഞാനിത് കുഴച്ചെടുക്കാനായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടുണ്ടല്ലോ നമുക്കിതാ ഇതിനെ ഒന്ന് ബോൾസ് ആക്കി എടുക്കാം. അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള ബോൾസ് ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഒരു ഇച്ചിരി നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ ബോൾ എടുത്തിട്ട് നമുക്കൊന്നങ്ങ് ഇതുപോലെ കുഴിയാക്കി എടുക്കണം കേട്ടോ. അത് അത്യാവശ്യം കനം കുറച്ചിട്ട് വേണം നമ്മളിത് ഇങ്ങനെ കുഴിയാക്കി എടുക്കാനായിട്ട്. കാരണം നല്ല കട്ടിക്കാവുമ്പോൾ നമുക്ക് തിന്നുമ്പോൾ ഒരു രുചി ഉണ്ടാവില്ല. ഈ മാവ് ഭയങ്കരമായിട്ട് കടിക്കും. അതുകൊണ്ട് ഇതാക്കണ്ട. ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അങ്ങ് കുഴിയാക്കി എടുത്തിട്ട് പൊട്ടിപ്പോവുമൊന്നുമില്ല നമ്മൾ അവിയിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം ഇത് കുഴിയാക്കി എടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്നാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ശരിക്കും അതേ നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ. ഭയങ്കര കട്ടിക്കാണെങ്കിൽ മാവ് കടിക്കും. അപ്പോൾ ഇതൊരു രുചി ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ കണ്ടതാ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതിൻ്റെ ശേഷം ഞാനിതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങയിലിട്ടിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതിയേ. ഒരുപാടൊന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈവച്ചൊന്ന് അങ്ങ് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ തേങ്ങ അതിൻ്റെ മേലെ പിടിച്ചോളും. കാരണം മാവ് നമുക്ക് പിന്നെ കുറച്ച് നനവൊക്കെ ഉള്ളതുകൊണ്ട് തേങ്ങ അതിൻ്റെ മേലെ പിടിച്ച് വരും. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ഞാൻ ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം ഇതിങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് കനം കുറയണം. അതിൻ്റെ സൈഡൊക്കെ കണ്ടോ, നമ്മൾ ഉള്ളിൽ ഇത് അതുപോലെ വിരൽ വെച്ചിട്ട് നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫില്ലിങ് അധികം കുത്തി നിറച്ച് വെക്കരുത്. എന്നാൽ കുറച്ചധികം ഉണ്ടായി ചെയ്തോട്ടെ. എന്നിട്ട് നമുക്കിതുപോലെ ബോൾസാക്കി എടുക്കാം കേട്ടോ.
എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തേങ്ങയിലൊന്ന് അങ്ങ് കോട്ട് ചെയ്തെടുത്താൽ സംഭവം സെറ്റായിട്ടാണ്. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ എല്ലാതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാനിതാ ഒരാവിച്ചമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു വാഴയില ഒന്ന് വാട്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാഴയില ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവിച്ചമ്പിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്നാലും വാഴയിലയിൽ വെക്കുമ്പോൾ നല്ലൊരു മണമൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വാഴയില വെച്ച് കൊടുത്തെന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ഉണ്ടപ്പുട്ടില്ലേ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കറക്റ്റ് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ തന്നെ ഞാനൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ അത് കണ്ടോ നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കല്ലേ, നമുക്ക് എണ്ണയിൽ മുക്കി പൊരിക്കൊന്നും വേണ്ട, വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ ഈ തേങ്ങയൊക്കെ കൂട്ടി ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും മറക്കരുത്, എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.